ഗുഡ് ഈവനിങ് ഓൾ. ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അത്യാവശ്യം നല്ല വളറ്റൈലായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്. NSE ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള 761 കമ്പനികൾ പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയപ്പോൾ 1793 കമ്പനികൾ ഇന്ന് നെഗറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു. മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളാണ് ഇന്ന് കുറച്ച് റാലി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് മുന്നിൽ നിന്ന് നയിച്ചത് നിഫ്റ്റി ഫാർമ, നിഫ്റ്റി IT, നിഫ്റ്റി FMCG ഒക്കെ ആയിരുന്നു. മെറ്റൽ സ്റ്റോക്ക്, ഓട്ടോ, പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്, റിയാലിറ്റി, മീഡിയ ഇന്ന് വളരെയധികം ലോസ് രേഖപ്പെടുത്തിയ ഒരു സെക്ടറാണ്. ചാർട്ട് പരിശോധിച്ച് നോക്കാനുണ്ട്. അതിനു മുമ്പ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക്, ആസ് ആൻ ഇൻവെസ്റ്റർ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് നന്നായി പഠിക്കേണ്ടിയിരിക്കുന്നു ബിഫോർ ഇൻവെസ്റ്റിംഗ്. ലാസ്റ്റ് 2 വീഡിയോ കണ്ട ആളുകൾക്കറിയാം, 2 ചാർട്ടുകൾ അല്ലെങ്കിൽ 2 സ്റ്റോക്കിനെ നമ്മൾ പരിചയപ്പെടുത്തിയതല്ല, യഥാർത്ഥത്തിൽ അതൊരു സ്റ്റഡി ആയിരുന്നു, എങ്ങനെയാണ് ആ സ്റ്റോക്ക് പെർഫോം ചെയ്തിരുന്നത് പാസ്റ്റിൽ എന്നത്. അപ്പോൾ അത്രയും വീഡിയോ കണ്ടിട്ട് ഡയറക്റ്റ് പോയി ഇൻവെസ്റ്റ് ഒരിക്കലും ചെയ്യരുത്. അതും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാനാണ് ഇന്നത്തെ വീഡിയോയിൽ ശ്രമിക്കുന്നത്. കാരണം ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ശക്തി പമ്പ് 1600% ഓൾറെഡി കയറി സ്റ്റോക്കാണ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റോക്ക് സോഷ്യൽ മീഡിയയിൽ കൂടി ഇതുപോലുള്ള സ്റ്റോക്കുകളെ പേര് കേൾക്കുമ്പോൾ തന്നെ പോയി വാങ്ങുന്നവരാണ് കൂടുതലും. അവരാണ് പെട്ടുപോകുന്നത്. അത് ഒന്ന് ഓർമ്മിപ്പിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ മുന്നിലുള്ള ഡാറ്റ പ്രകാരം ആ സ്റ്റോക്കിൽ പ്രശ്നങ്ങളൊന്നും കാണില്ല, ഒരുപാട് വളർച്ച നമുക്ക് കാണുന്നുണ്ട്. ഇനിയും വളരും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ പോയി ഇൻവെസ്റ്റ് ചെയ്യും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ ഹൈയിലാണ്. 1600% കിട്ടിയ സ്റ്റോക്കിൽ പോയി ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യരുത്. കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇതാണ് നമ്മൾ മനസ്സിലാക്കാത്ത കാരണം. അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ആ ഒരു സ്റ്റോക്കിൽ എന്തുകൊണ്ട് അത്രമാത്രം മൂവ്മെന്റ് നടന്നു എന്ന് നമ്മൾ പരിശോധിച്ചപ്പോൾ കണ്ടു അവിടെ വലിയൊരു ഓർഡർ കിട്ടി. അപ്പോൾ ആ കമ്പനിയെ കുറിച്ച് നമ്മൾ നന്നായി പഠിക്കണം. ഈ ഓർഡർ കിട്ടിയത് കൊണ്ടാണ് ആ സ്റ്റോക്ക് അത്രമാത്രം കയറിയത് നമ്മൾ മനസ്സിലാക്കാം. ഇനി ആ ഓർഡർ സസ്റ്റെയിൻ ചെയ്യുമോ? ആ ഒരു ഓർഡർ, സ്പെസിഫിക് ഓർഡറിന്റെ പേരിൽ ഇത്ര അധികം റാലി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത വർഷം ആ ഓർഡർ കംപ്ലീറ്റ് ചെയ്തു എന്ന് കരുതുക. കമ്പനി കംപ്ലീറ്റ്ലി ആ ഒരു സെയിൽസ് മുഴുവനും അല്ലെങ്കിൽ ആ ഒരു ഓർഡർ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം കമ്പനിക്ക് അതുപോലുള്ള മറ്റൊരു ഓർഡർ കിട്ടിയില്ലെങ്കിൽ പിന്നത്തെ വർഷം മുതൽ അല്ലെങ്കിൽ അടുത്ത ക്വാർട്ടർ മുതൽ കമ്പനിയുടെ സെയിൽസിൽ ഡിക്ലൈൻ കാണാം, പ്രോഫിറ്റിൽ ഡിക്ലൈൻ കാണാം. ഇങ്ങനെ കാണുമ്പോൾ എന്തായിരിക്കും ചാർട്ടിൽ സംഭവിക്കുക? ഇത് ആരും ഓർക്കുന്നില്ല. ഇത് ഓർമ്മിപ്പിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഒരിക്കലും ഒരു സ്റ്റോക്കിന്റെ അല്ലെങ്കിൽ പാസ്റ്റിലുണ്ടായിട്ടുള്ള സെയിൽസ് ഗ്രോത്ത് അല്ലെങ്കിൽ സെയിൽസ് കണ്ടിട്ട് നമുക്ക് മുന്നോട്ട് ആ കമ്പനിയിൽ പെർഫോമൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അതിന് നമ്മൾ ആ കമ്പനിയെ കുറിച്ച് ശരിക്കും പഠിച്ച് അതിന്റെ ഓരോ ക്വാർട്ടറിലുള്ള ഇൻവെസ്റ്റർ പ്രസന്റേഷനും മറ്റുള്ള ഓർഡർ ബുക്കും മറ്റുള്ള ഡാറ്റാസും ഒക്കെ മുഴുവൻ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് എപ്പോഴും ഒരു കമ്പനിയെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഫോർഗറ്റ് ചെയ്യുന്ന രീതിയിൽ അവലംബിക്കേണ്ടതെന്ന് പറയുന്നത്. എല്ലാ ആഴ്ചയിലും ആ കമ്പനിയെ നമ്മൾ വിലയിരുത്തണം. ഇനി അതിന് മുന്നോട്ട് നല്ല ഓർഡർ കിട്ടിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സ്റ്റോക്ക് താഴോട്ട് വരും. ഇപ്പം ഇപ്പോഴത്തെ ഒരു റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ 65 നിന്ന് 1100 സ്റ്റോക്ക് വേണമെങ്കിൽ 70% 80% ഈ ഓർഡറൊക്കെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവിടെ പ്രൊമോട്ടർ അടക്കം സെല്ല് ചെയ്യും. കാരണം എത്രമാത്രം ലാഭം കിട്ടി, ഇനി മുന്നോട്ട് എത്രമാത്രം ഓർഡർ കിട്ടില്ല എന്ന് ഉറപ്പാണെങ്കിൽ പ്രൊമോട്ടർ വരെ സെല്ല് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക പ്രൊമോട്ടറിന്റെ സെല്ലും അതുപോലെ തന്നെ മാർക്കറ്റിൽ ആ കമ്പനിയുടെ മുന്നോട്ടുള്ള ആ ഒരു പെർഫോമൻസ് എന്തായിരിക്കുന്നു. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രൈസ് മൂവ് ചെയ്യുന്നത് ഫ്യൂച്ചറിനെ കണ്ടിട്ടാണ്. ആ സ്റ്റോക്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ അവസാനത്തെ സ്റ്റോക്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, 1.5 വർഷം മുമ്പാണ് അത് റാലി തുടങ്ങിയത്. ആദ്യത്തെ 3 ക്വാർട്ടറിൽ കാര്യമായിട്ടുള്ള സെയിൽസ് ഗ്രോത്ത് ഉണ്ടായിട്ടില്ല, പക്ഷെ സ്റ്റോക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി. കാരണം എന്താണ്? വരാൻ പോകുന്ന ഓർഡറിനെ കണ്ടിട്ടാണ് ആ സ്റ്റോക്ക് മൂവ് ചെയ്യാൻ തുടങ്ങിയത്. ഇതാണ് മാർക്കറ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം സോഷ്യൽ മീഡിയയുടെ ഒരു ഇടപെടൽ കാരണം നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് വളരെ ഈസി ആയിട്ട് നമുക്ക് തോന്നും. കാരണം ഒരുപാട് സ്റ്റോക്ക്, എത്ര റെക്കമെൻഡേഷൻ വേണമെങ്കിലും കിട്ടും, ഒരുപാട് അനാലിസിസ് കിട്ടും. ഇതൊക്കെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മളിപ്പോഴുള്ള ഇൻവെസ്റ്റേഴ്സ്, പ്രത്യേകിച്ച് പുതിയതായിട്ട് മാർക്കറ്റിൽ വന്നവരൊക്കെ സോഷ്യൽ മീഡിയ ആണ് പിന്നെ നമ്മൾ കൂടുതൽ റിലേ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ടുള്ള സ്റ്റോക്ക് അനാലിസിസ് കിട്ടുന്നുണ്ട്, സ്റ്റോക്ക് റെക്കമെൻഡേഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ സ്റ്റോക്ക് അനാലിസിസ് ഒക്കെ തരുന്ന ആളുകൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് ചെയ്യുന്നതാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത്. നമുക്കറിയില്ല ഒരിക്കലും. എപ്പോഴും അതിൻ്റെ സ്റ്റോക്ക് പാസ്റ്റ് പെർഫോമൻസ് കാണിച്ചിട്ടാണ് എപ്പോഴും സ്റ്റോക്കിൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ പറയുന്നത്. അതൊരിക്കലും അത് ഫ്യൂച്ചറിൽ അത് ആ ഒരു പെർഫോമൻസ് തരണമെന്നില്ല. മിക്ക സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ചെയ്യുന്ന ആളുകളും നിങ്ങൾ ശ്രദ്ധിക്കുക, പാസ്റ്റ് പെർഫോമൻസ് കാണിച്ചിട്ടായിരിക്കും. ഞാൻ ഈ വീഡിയോ ഒരിക്കലും ഒരു സ്റ്റോക്ക് നമ്മളിവിടെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം പാസ്റ്റ് പെർഫോമൻസ് കാണിക്കാൻ നമുക്ക് എളുപ്പമാണ്. അപ്പം ഈ പാസ്റ്റ് പെർഫോമൻസ് കാണിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ചെയ്ത് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. അതൊരു എക്സാമിനേഷനാണ് നമ്മൾ ചെയ്യുന്നത്. പാസ്റ്റിൽ ഇങ്ങനെയൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പാസ്റ്റിൽ നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ എപ്പോഴും മുതലാണ് റാലി തുടങ്ങിയത്. ഇങ്ങനെയുള്ള ഒരു എക്സാമിനേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഇനി മുന്നിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള സ്റ്റോക്കിൽ ഇതുപോലെ പരിശോധിക്കുക. എന്നിട്ട് ആ ഒരു, അതായത് എപ്പോഴും ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യുന്നതാണ് പറയാറ്. അപ്പോൾ ഒരു സ്റ്റോക്കിന്റെ എന്താ പറയുക, അതിനെ പാറ്റേൺ ഇനി മറ്റൊരു സ്റ്റോക്കും അതുപോലെ തന്നെ പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള സ്റ്റോക്ക് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് അത്രമാത്രം ഒരു ഓർഡർ കിട്ടിയപ്പോൾ ആ സ്റ്റോക്ക് ബൂമിങ് നടന്നു. ഇനി നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കിൽ ഇതേപോലെ എന്തെങ്കിലും ന്യൂസ് വരുന്ന സമയത്ത് നമ്മൾ ഹോൾഡ് ചെയ്യാൻ പറ്റണം.
അതിനു വേണ്ടിയിട്ടാണ് ഈ പഴയ സ്റ്റോക്കിൻ്റെ പാസ്റ്റ് പെർഫോമൻസ് ഒക്കെ നമ്മൾ എടുത്ത് പഠിക്കുന്നത്, റെഫർ ചെയ്യുന്നത്. അല്ലാതെ ആ സ്റ്റോക്ക് ഒരിക്കലും അതൊരു റെക്കമെൻഡേഷൻ അല്ല. പറഞ്ഞു വന്നത് സോഷ്യൽ മീഡിയയിൽ കൂടി കാണുന്ന എല്ലാ സ്റ്റോക്കും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷനായിട്ട് നമ്മൾ കാണാതിരിക്കുക എന്നതാണ്. നമുക്കത് വളരെ നിസ്സാരമായി നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നൊക്കെ ആ ഒരു വിശ്വാസം നമുക്ക് ഈ സോഷ്യൽ മീഡിയ വഴി ഉണ്ടാവും. പക്ഷേ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പനി പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ മാർക്കറ്റ് കണ്ടീഷൻ, എക്കണോമിക് ട്രെൻഡ്, ഇൻവെസ്റ്റർ സെൻറ്റിമെൻറ്റ്സ്, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എപ്പോഴും മാർക്കറ്റിൽ ഒരു സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്, പ്രൈസ് ആക്ഷൻ നടക്കുന്നത്. ഇത് നമ്മൾ പഠിച്ചെടുക്കുക എന്നതാണ് ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ ആരെങ്കിലും പറയുന്ന സ്റ്റോക്കിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് കിട്ടില്ല. അപ്പോൾ സക്സസ്ഫുൾ ഇൻവെസ്റ്റർ എപ്പോഴും നല്ല നോളജ് ഉള്ള ഒരാളായിരിക്കും. കാരണം നമ്മൾക്ക് ആ നോളജ് കൈവരിക്കുക എന്നതാണ് ഇമ്പോർട്ടൻറ്റ്. അത് കൈവരിച്ചാൽ മാത്രമേ നമ്മൾ സക്സസ്ഫുൾ ഇൻവെസ്റ്റർ ആവുകയുള്ളൂ. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാൻ, അതുപോലെ തന്നെ കമ്പനി പെർഫോമൻസ് വിലയിരുത്താൻ, മാർക്കറ്റ് കണ്ടീഷൻ വിലയിരുത്താൻ, അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഫൈനാൻഷ്യൽ ഗോൾ ഉണ്ടാവണം. ഇങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ സക്സസ്ഫുൾ ഇൻവെസ്റ്റർ ആകാൻ പറ്റൂ. ഇത്രയും ഡീപ്പ് നോളജ് നമ്മൾക്ക് ഇല്ലെങ്കിൽ നമ്മളെപ്പോഴും ഷോർട്ട് ടൈമിലേക്ക് ഒതുങ്ങിപ്പോകും. അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഡ്വൈസ് നമ്മളെ എന്താ പറയുക, ലോസിലേക്ക് എത്തിക്കും. ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്ന മിക്ക സോഷ്യൽ മീഡിയയിലും സ്റ്റോക്കിൻ്റെ ടിപ്സാണ്. ബൈ സെൽ റെക്കമെൻഡേഷനും അതുപോലെ തന്നെ അനാലിസിസ് കാണാം, ഇതുപോലെ കമ്പനി ന്യൂസുകൾ കൊടുക്കുന്ന കാണാം. അതുപോലെ പല ആളുകളും പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന കാണാം. ചില ആളുകൾ വലിയ പ്രോമിസസ്, വലിയ റിട്ടേൺ പ്രോമിസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത്രമാത്രം നേടാൻ പറ്റുന്നൊക്കെ ഒരു ഫോൾസ് പ്രോമിസൊക്കെ തന്നിട്ട് അവരുടെ ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ട് യൂട്യൂബ് ചാനൽ കൂടി അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയയിൽ കൂടി അവർ റെക്കമെൻഡ് ചെയ്യുന്ന കാണാം. ചില സ്റ്റോക്കുകളൊക്കെ പാസ്റ്റ് ഹിസ്റ്ററി ഒക്കെ കാണിച്ചിട്ട്. അപ്പോൾ ഇത്രയും ഒരു സോഷ്യൽ മീഡിയയിൽ കൂടി നമ്മൾ ഒരു സ്റ്റോക്ക് ഒരിക്കലും നമ്മൾ പഠിക്കാതെ എടുക്കരുത് എന്നാണ് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. മറ്റുള്ളവർ കാണിക്കുന്ന, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ കാണിക്കുന്നത് കണ്ടിട്ട് നമ്മളൊരു സ്റ്റോക്കിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യരുത്. അതിനു മുമ്പ് നമ്മൾ പഠിച്ചിരിക്കണം. അങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് അത് മ്യൂച്വൽ ഫണ്ടാണ്. അതല്ലെങ്കിൽ ഫൈനാൻഷ്യൽ അഡ്വൈസർ ഉണ്ട്, അതായത് രജിസ്റ്റേർഡ് ഫൈനാൻഷ്യൽ അഡ്വൈസറുടെ റെക്കമെൻഡ് തേടാം. ഞാനെപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് പഠിക്കുക എന്നതാണ്. മാക്സിമം പഠിച്ചെടുക്കുക എന്നതാണ്. പഠിക്കാൻ സമയം കൊടുക്കണം. കൂടുതൽ ഫൈനാൻഷ്യൽ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നതും അവർ മിക്ക ആളുകൾക്കും ഒരു പ്രൊഫഷണൽ ആയിരിക്കണം എന്നില്ല. പേഴ്സണൽ ബെനിഫിറ്റ് ഒക്കെ കണ്ടിട്ടാണ് കൂടുതൽ ആളുകളും സോഷ്യൽ മീഡിയയിൽ കൂടി സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. പല ആളുകളും സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിട്ട് ആ സ്റ്റോക്ക് പ്രോഫിറ്റിലേക്ക് എത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. നല്ല പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് മാർക്കറ്റിന്റെ സെന്റിമെന്റ്സിൽ കിട്ടിപ്പോകുന്നതാണ്. മിക്ക ആളുകൾ ലെക്കിലാണ് അതൊക്കെ സംഭവിക്കുന്നത്. അത്രമാത്രം സ്കില്ലില്ലാത്ത ആളുകൾ പോലും സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ മിക്ക ആളുകളും സ്റ്റോക്കിൽ പെട്ടുപോകുന്ന എപ്പം എന്ന് പറഞ്ഞാൽ ഈ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യും, ഇത്രമാത്രം ലാഭം കിട്ടി, ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ കൂടെ പോവുകയാണ്. ഇന്ന ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണെന്നൊക്കെ കേട്ടിട്ട് നമ്മൾ പോകും. മിക്ക ന്യൂസുകളും വരുന്നത് വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത ഒരു കമ്പനിയാണിതെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഹേർഡ് മെൻറ്റാലിറ്റി, അതായത് നമ്മൾ അതിനെ പിന്തുടരാൻ ശ്രമിക്കും. പക്ഷേ അവർ എപ്പോഴാണ് ഇൻവെസ്റ്റ് ചെയ്തെന്നുള്ള യഥാർത്ഥത്തിൽ നമുക്കറിയില്ല. അവർ ഒരു പക്ഷേ 10 രൂപയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടായിരിക്കും, നമ്മൾ അറിയുന്നത് 100 രൂപയിലായിരിക്കും. അവർ ചിലപ്പോൾ 110 അവർ ഇറങ്ങാനും നിൽക്കുന്നതായിരിക്കാം. നമ്മൾ അവിടുന്ന് വാങ്ങുമ്പോൾ 110, 120 ആവും. അപ്പോൾ അവരവിടെ നിന്ന് ഇറങ്ങും. ഇത് ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്നതാണ്. ഇനി സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസിൽ പെട്ട് നടക്കുന്ന മറ്റൊരു കാര്യമാണ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. ഒരു സക്സസ്ഫുൾ ഇൻവെസ്റ്റർ ഒരിക്കലും ഫോമോയിൽ പെടാറില്ല. കാരണം നമ്മളെപ്പോഴും മനസ്സിലാക്കുക, നമുക്കൊരു സ്റ്റോക്ക് നഷ്ടപ്പെടുന്ന കരുതി നമ്മൾ പോയി അതിനെ പിന്തുടർന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുന്നത് യഥാർത്ഥത്തിൽ നല്ല റേഞ്ചിലായിരിക്കില്ല. നമുക്കറിയണം അതിനൊരു ബൈ റേഞ്ച് ഉണ്ട്, ആ റേഞ്ചിൽ കിട്ടിയാൽ നമ്മൾ വാങ്ങണം. അതല്ലെങ്കിൽ നമുക്ക് മറ്റൊരു കമ്പനിയെ നോക്കാം. അതല്ല, നമ്മൾ പഠിച്ചൊരു കമ്പനി ആണെങ്കിൽ നമുക്ക് പതിയെ അക്യുമുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരു ദിവസം എന്നും മാർക്കറ്റ് കയറി പോകില്ലല്ലോ, മാർക്കറ്റിന്റെ സെന്റിമെന്റ്സ് അനുസരിച്ചിട്ടും ഈ നമ്മൾ പഠിച്ച് കണ്ടുവച്ചിട്ടുള്ള സ്റ്റോക്ക് താഴോട്ട് വരും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ബൈ റേഞ്ചിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. മിക്ക ആളുകളും പെട്ടുപോകുന്ന ഒന്നാണ് ഫോമോ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ കൂടി മറ്റൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ വരുന്നത് പമ്പ് ആൻഡ് ഡംപ് സ്കീം പ്രകാരമാണ്. അവർക്ക് ലിക്വിഡിറ്റി കിട്ടാൻ അല്ലെങ്കിൽ അവർക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ ബൈ റേഞ്ച് തരും. ബൈ റേഞ്ച് തരുമ്പോൾ അവരുടെ കയ്യിലുള്ള താഴ്ന്നെടുത്ത സ്റ്റോക്ക് വേണമെങ്കിൽ അവർ വിൽക്കും, നമ്മൾ പെട്ടുപോകും. ഇതൊക്കെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ, സോഷ്യൽ മീഡിയ മാത്രം ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. മിക്ക സോഷ്യൽ മീഡിയ ടിപ്സും കാര്യമായിട്ടുള്ള റിസർച്ച് ഇല്ലാതെ ആയിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും നമുക്ക് റിലേ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ റെഫർ ചെയ്യാൻ പറ്റിയ ആളുകളെ മാത്രം പിന്തുടരുക എന്നതാണ്. കുറച്ചെങ്കിലും വിശ്വാസമുള്ള ആളുകളുടെ മാത്രം പിന്തുടരുക. എല്ലാ ഇൻഫ്ലുവൻസറെയും പിന്തുടർന്ന് അവർ പറയുന്ന എല്ലാ സ്റ്റോക്കും എടുക്കാതിരിക്കുക. നല്ല രജിസ്റ്റേർഡ് ആയിട്ടുള്ള അഡ്വൈസറെ മാത്രം പിന്തുടരുക. അതല്ലെങ്കിൽ നമ്മൾക്ക് അത്രമാത്രം വിശ്വാസമുള്ള, അവരുടെ ഹിസ്റ്ററി നോക്കിയിട്ട്, പെർഫോമൻസ് നോക്കിയിട്ട് വിശ്വാസമുള്ള ഒരാളെ മാത്രം പിന്തുടരുക.
സോഷ്യൽ മീഡിയ മാർക്കറ്റ് മാനിപ്പുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇടമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും കെയർ ആയിരിക്കുക. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ കൂടി വരുന്ന വാർത്തകൾ നമ്മളെ സ്റ്റോക്കിനെ നല്ലോണം വളറ്റയിലായിരിക്കും. അപ്പോൾ ചില സമയത്ത് നമ്മൾ നല്ല കമ്പനി നമ്മൾ കണ്ടുപഠിച്ചു നല്ല കമ്പനി എന്ന് ഉറപ്പിച്ച ഒരു കമ്പനിയിലായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക. സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ന്യൂസ് കണ്ടിട്ട് അത് വളറ്റാലിറ്റി ഉണ്ടാക്കി മാർക്കറ്റ് താഴെ പോകുമ്പോൾ നമ്മൾ പേടിച്ച് വിറ്റ് നമ്മൾ ലോസിൽ വരാതിരിക്കുക. ചുരുക്കി പറയുകയാണെങ്കിൽ നല്ലൊരു അഡ്വൈസർ തേടുക, അതല്ലെങ്കിൽ നന്നായി പഠിക്കുക. ഈ റിസ്ക് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എഡ്യൂക്കേഷൻ ഫസ്റ്റ് നന്നായി പഠിക്കുക എന്ന് തന്നെയാണ്. വേറെ ഒന്നുമില്ല. സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് പഠിക്കുക, ഫൈനാൻഷ്യൽ അനാലിസിസ്, പ്രിൻസിപ്പിൾ ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ പഠിക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. ലോങ് ടേമിൽ കമ്പനിയുടെ ഫണ്ടമെന്റൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ സക്സസ് ആവണമെങ്കിൽ നല്ല കമ്പനി ആവണം, നല്ല റവന്യൂ കിട്ടുന്ന അല്ലെങ്കിൽ പ്രോഫിറ്റ് മാർജിനൊക്കെ നല്ലയുള്ള കമ്പനിയെ പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ ലോങ് ടേമിൽ സക്സസ് ആവും. അപ്പം ഡെപ്റ്റ് ലെവലിനെ കുറിച്ച് പഠിക്കുക, മാർക്കറ്റ് പൊസിഷൻ മാനേജ്മെന്റിനെ കുറിച്ച് പഠിക്കുക. കമ്പനിയുടെ ഒരു മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് ഈ മാനേജ്മെന്റ് ലെവൽ. നമ്മൾ കിട്ടുന്ന ഈ ഡാറ്റാസ് എന്ന് പറയുന്നത് പാസ്റ്റ് ഡാറ്റയാണ്. അതായത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ചെയ്യുന്നത് നമ്മൾ പാസ്റ്റ് വെച്ചിട്ടാണ്. പക്ഷെ നമ്മൾക്ക് കമ്പനിയുടെ ഫ്യൂച്ചറാണ് നോക്കേണ്ടത്. ഫ്യൂച്ചർ നോക്കണമെങ്കിൽ നമ്മൾ മാനേജ്മെന്റിലേക്കാണ് നോക്കേണ്ടത്. ഇൻവെസ്റ്റർ പ്രസന്റേഷൻ വായിക്കുക, അതുപോലെ തന്നെ അവർ തരുന്ന മാനേജ്മെന്റിന്റെ ഇൻസൈറ്റ് നമ്മൾ തിരിച്ചറിയുക. ഇതൊക്കെ ആണ് ഫ്യൂച്ചറിലേക്കുള്ളത്, കമ്പനിയുടെ വളർച്ചയിലേക്കുള്ളത്. ഇത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ലോങ് ടേമിൽ നിലനിൽപ്പുള്ളൂ. കമ്പനിയുടെ വെറും ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് മാത്രം നോക്കി ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യരുത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം നമ്മൾ ലാസ്റ്റ് ചെയ്ത 2 സ്റ്റോക്ക് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഒരു സ്റ്റോക്കിൽ പാസ്റ്റ് പെർഫോമൻസ് ഓക്കെ ആയിരുന്നു, പിറ്റേ ദിവസം മുതൽ എന്ത് ചെയ്തു, പിറ്റത്തെ വർഷം മുതൽ കമ്പനി ഡിക്ലൈൻ ആയി. പാസ്റ്റ് പെർഫോമൻസ് കണ്ടിട്ട് എടുത്ത ഒരാൾ 120 പെട്ടതാണ് ആദ്യത്തെ സ്റ്റോക്കിൽ. ഇന്നലെ പറഞ്ഞിട്ടുള്ള സ്റ്റോക്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു അല്ലേ, പാസ്റ്റ് പെർഫോമൻസ് മോശമായിരുന്നു, പക്ഷേ ഫ്യൂച്ചർ കണ്ടിട്ടാണ് ആ സ്റ്റോക്ക് മുന്നോട്ട് പോയത്. അപ്പോൾ ഇത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. മാനേജ്മെന്റിന്റെ ഭാഗത്ത് മാനേജ്മെന്റിനെ കുറിച്ച് പഠിക്കുക, കമ്പനിയുടെ പൊട്ടൻഷ്യൽ പഠിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. സോഷ്യൽ മീഡിയയെ നമ്മളൊരു സപ്ലിമെൻ്റായി മാത്രം കണക്കാക്കുക, ഇതൊരു പ്രൈമറി സോഴ്സ് ആയിട്ട് കണക്കാക്കാതിരിക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ നമ്മുടെ ഭാഗത്തു നിന്നായിരിക്കണം, നമ്മൾ പഠിച്ചിട്ടായിരിക്കണം. ജസ്റ്റ് സോഷ്യൽ മീഡിയയിൽ കൂടി കിട്ടുന്ന അറിവുകൾ പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടി കേട്ടിട്ട് ഏതെങ്കിലും സ്റ്റോക്കിൽ പോയി വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താതിരിക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഡൈവേഴ്സിഫൈ ചെയ്യുക. വലിയൊരു ബൾക്ക് എമൗണ്ടൊന്നും നമുക്ക് സർട്ടിഫൈഡ് അല്ലാത്തൊരു അനലിസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് കേട്ട ഒരു റെക്കമെൻഡേഷൻ കാരണം നമ്മൾ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. നമ്മൾ ഓൺ റിസർച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഒരു സ്റ്റോക്കിൽ ലോങ് ടേമിൽ നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു റിസർച്ച് മസ്റ്റാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ സോഷ്യൽ മീഡിയയിൽ കൂടി വരുന്ന അല്ലെങ്കിൽ മറ്റുള്ള വൊളറ്റാലിറ്റിയിൽ നിന്നും നമുക്ക് ആ സ്റ്റോക്കിനെ പിടിച്ച് നിന്ന് ലോങ്ങിലേക്ക് നല്ലൊരു വെൽത്ത് ആ സ്റ്റോക്കിൽ നിന്നും കണ്ടെത്താൻ പറ്റും. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സക്സസ് ആവണമെങ്കിൽ നമ്മൾ എന്തായാലും സമയം കൊടുക്കണം. നമ്മൾക്കില്ലാത്ത ഒന്നാണ് ക്ഷമ. ശരിക്കും ക്ഷമിച്ച് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ അതിന് ആ ഒരു കമ്പനി വളരാനുള്ള സമയം നമ്മൾ കൊടുക്കുക എന്നതാണ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് പരിശോധിച്ച് നോക്കാം. DIFI ഡാറ്റ വന്നിട്ടുണ്ട്. FI ഇന്ന് 1893 കോടി സെല്ലിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ DI ആണെങ്കിൽ 2173 കോടിയുടെ ബൈ ആയിരുന്നു. നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് നിഫ്റ്റി 50യുടെ ചാർട്ടാണ്. ഇന്ന് നിഫ്റ്റി 50 0.7% ഒരു ഡ്രോപ്പാണ് കാണാനിടയായിട്ടുള്ളത്. കഴിഞ്ഞ ഒരു 4 ദിവസത്തെ ഒരു കൺസോൾട്ടേഷന് ശേഷം ഒരു റെസിസ്റ്റൻസിൻ്റെ താഴെയായിരുന്നു നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇന്ന് ഒരു വീക്ക്നെസ് തന്നെയാണ് നമുക്ക് മാർക്കറ്റിൽ കാണാനിടയായിട്ടുള്ളത്. ഇത് ഇനിയിപ്പം നാളത്തെ മാർക്കറ്റ് നമ്മൾ കണ്ടറിയണം. ഈ ഒരു ഏരിയക്ക് താഴെ വരികയാണെങ്കിൽ ഒന്നും കൂടി ഫോളോ ആവാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പം ട്രെൻഡ് നെഗറ്റീവ് അല്ലെങ്കിൽ സെൻറ്റിമെൻറ്റ്സ് നെഗറ്റീവായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇന്ന് പോസിറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു 0.18%. ഇപ്പം കഴിഞ്ഞ 4 ദിവസത്തെ കൺസൾട്ടേഷന് ശേഷം ഇപ്പോഴും അതേ റേഞ്ചിൽ തന്നെയാണ് ഉള്ളത്. ഇന്ന് ഇതിൻ്റെ വിക്കാണ്, വലിയൊരു വിക്കാണ് ഇപ്പം താഴോട്ട് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ 0.5%ഓളം കയറിയതാണ്. പിന്നെ അവസാനം ക്ലോസിംഗ് സമയത്ത് 0.18% ഒരു ക്ലോസിംഗ് ആണ് നമുക്ക് കാണാനിടയായിട്ടുള്ളത്. എങ്കിലും പോസിറ്റീവ് ക്ലോസിംഗ് ആണ്. പക്ഷേ സ്മോൾ ക്യാപ്പ് ആണെങ്കിൽ ഇന്ന് നെഗറ്റീവ് ക്ലോസിംഗ് ആണ്. 0.43% ഒരു ഇടിവാണ് സ്മോൾ ക്യാപ്പിൽ നമുക്ക് ഇന്ന് കാണാൻ പറ്റിയിട്ടുള്ളത്. ഒരു വീക്ക്നെസ് തന്നെയാണ് ഈ ഒരു ഏരിയയിൽ നമുക്കിപ്പം കാണാൻ പറ്റുന്നത്. വിക്സ് ഇന്ന് നന്നായി സ്പൈക്ക് ചെയ്തു. 5.5% ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു ഇന്ന് വിക്സിൽ ഉണ്ടായിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്ന് വലിയ വിക്കാണ് ഇപ്പം ഹയർ സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. 0.7% ലോസാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുള്ളത്. IT ആദ്യ സെഷനിൽ കുറച്ച് വീക്കായിരുന്നു, പക്ഷേ പിന്നീട് ക്ലോസിംഗ് സമയത്ത് നല്ലൊരു പോസിറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു. HCL Tech ഒക്കെ നല്ല പെർഫോമൻസ് ആണ് ഇന്ന് കാഴ്ചവെച്ചിട്ടുള്ളത്. 0.57% പോസിറ്റീവാണ്. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതൊരു നല്ലൊരു സപ്പോർട്ട് സോണിലാണ് ഇപ്പോൾ IT ഉള്ളത്. ഒരു നല്ലൊരു പ്രതീക്ഷ നൽകുന്ന ഒരു ക്യാൻഡിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മൾ ഇന്നലെ സംസാരിച്ചു, ഫാർമ കുറച്ച് ദിവസമായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്, നല്ല പ്രതീക്ഷ നൽകുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് നല്ലൊരു ക്ലോസിംഗ് 1% ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് ഇന്ന് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു ട്രെൻഡാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിഫ്റ്റി ഫാർമയിൽ. FMCGയിലും കുഴപ്പമില്ലാത്ത രീതിയിലൊരു റിവേഴ്സലിനെ ട്രൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ഒരു ഏരിയ ക്രോസ് ചെയ്യുന്നത് വരെ നമ്മൾ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യുക എന്നതാണ് FMCGയിൽ കാണാൻ പറ്റുന്നത്.
ഇന്ന് 0.3% ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു. IT, ഫാർമ, FMCG പോസിറ്റീവ് ആയിരുന്നു. ഓട്ടോ സെക്ടറിൽ ചെറിയൊരു നെഗറ്റീവാണ്. ഇന്ന് 1.4% ഒരു ഡ്രോപ്പാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. ഇനി ഓട്ടോ സെയിൽസ് ഡാറ്റ ഒക്കെ വരാനുണ്ട്. അത് വന്നതിന് ശേഷമായിരിക്കും നല്ലൊരു ഡയറക്ഷൻ കാണുക. ഈ ഒരു ഏരിയയൊക്കെ ഇപ്പോൾ നമുക്ക് സപ്പോർട്ട് പ്രതീക്ഷിക്കാം. സപ്പോർട്ട് കിട്ടിയില്ല എങ്കിൽ അല്ലെങ്കിൽ ഡാറ്റ ഒക്കെ വരുന്ന സമയത്ത് വീക്കാണെങ്കിൽ ചിലപ്പം സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകാനുള്ള സാധ്യതയും നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല. നിഫ്റ്റി റിയാലിറ്റിയിൽ ഇന്ന് പൊതുവെ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സെക്ടറാണ്. ഇന്ന് 1.5% നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. നിഫ്റ്റി മെറ്റൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സപ്പോർട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ സപ്പോർട്ടും ബ്രേക്ക് ചെയ്തിട്ടാണ് ഇപ്പം താഴെ പോയിട്ടുള്ളത്. നമുക്ക് കാണാം ഇന്ന് 1.27% ലോസാണ് നിഫ്റ്റി മെറ്റൽ ഉണ്ടാക്കിയിട്ടുള്ളത്. മീഡിയ നോക്കുകയാണെങ്കിൽ ഒട്ടും വ്യത്യസ്തമല്ല, ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ സപ്പോർട്ട് ഏകദേശം ഈ ഏരിയയിലാണ്. ഇപ്പോൾ ഇന്ന് 1.87% വലിയൊരു ഇടിവ് തന്നെയാണ് നിഫ്റ്റി മീഡിയയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഗോൾഡ് ചെറിയൊരു നെഗറ്റീവ് സെന്റിമെന്റ്സ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ചാർട്ട് വൈസ് 0.04% ഒരു ഫ്ലാറ്റ് ആയിട്ട് ട്രേഡ് ചെയ്യപ്പെടുന്നു. USD INR ഒരു വലിയൊരു മാറ്റമൊന്നുമില്ല, കയറി പോകുന്നൊരു ഇതാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. അതായത് റുപ്പിയുടെ വീക്ക്നെസ് തുടരുകയാണ്. ഇന്നലെ ഡൗ ജോൺസ് ലോസിലായിരുന്നു ക്ലോസ് ചെയ്തിരുന്നത്. ഫ്രൈഡേ 0.7% ലോസാണ് US മാർക്കറ്റിൽ ഡൗ ജോൺസിൽ ഉണ്ടായത്. അതേപോലെ തന്നെ നാസ്ഡാക്ക് 1.36% ലോസാണ് ഫ്രൈഡേയിൽ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റും ഒരു എന്താ പറയുക നെഗറ്റീവ് സെന്റിമെന്റ്സ് ആയിരുന്നു. നമുക്ക് നോക്കാം ഇന്ന് US മാർക്കറ്റിൽ പോസിറ്റിവിറ്റി വരുമോ, നമ്മുടെ മാർക്കറ്റ് അത് പിന്തുടരുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയണം. ഫാർമയോടൊപ്പം തന്നെ നമ്മൾ നോക്കേണ്ട മറ്റൊരു ഇൻഡെക്സ് ആണ് ഹെൽത്ത് കെയർ ഇൻഡെക്സ്. നമ്മൾ മുമ്പ് സംസാരിച്ചിരുന്നു. നല്ല പോസിറ്റീവ് ആണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഇന്ന് 1.32% അപ്പാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റി 50യിൽ ഇന്ന് 11 കമ്പനികൾ പോസിറ്റീവ് ആയപ്പോൾ 39 കമ്പനികൾ ഇന്ന് നെഗറ്റീവ് ആയിരുന്നു. നിഫ്റ്റി 50യിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് അദാനി എന്റർപ്രൈസ് 7.57%. നമ്മൾ നേരത്തെ പറഞ്ഞു HCL ടെക് 1.95% പോസിറ്റീവ് ക്ലോസിംഗ് ആണ്. അതേപോലെ ടെക് മഹീന്ദ്ര 1.71, സൺഫാർമ 1.22. ഇനി ഏറ്റവും കൂടുതൽ ലോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഹിൻഡാൽകോ 2.64%, ഭാരത് ഇലക്ട്രോണിക്സ് 2.45, ട്രെൻഡ് 2.3, ടാറ്റ മോട്ടോഴ്സ് 2.25% ലോസ്. ഇതൊക്കെയാണ് നിഫ്റ്റി 50 ആയിട്ടുള്ള ലോസ്. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. മറ്റൊരു ദിവസം കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് നൈറ്റ്.